3 reasons for not buying iPhone 11 in 2024. സോ നിങ്ങൾ ഈ ഒരു വർഷം തീരാനായിട്ട് പോകണം. സോ നിങ്ങൾ ഇനിയും iPhone 11 എടുക്കാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ എടുക്കണം എന്നൊരു ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും iPhone 11 പറ്റി അറിഞ്ഞിരിക്കണം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോയിട്ട് പോകുമ്പോൾ ചെറിയൊരു കാര്യം പറയാനുണ്ട്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് എന്താണ് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. സോ iPhone 11 പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മോഡലാണ് ഈ ഒരു iPhone 11 എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ തന്നെയാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിൽഡ് ആൻഡ് ഡിസൈനിലായിരുന്നു അന്ന് ആപ്പിൾ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. എസ്പെഷ്യലി ആ ഒരു ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂൾ, അതുപോലെ തന്നെ ആ സൈഡ് എഡ്ജസിൻ്റെ ഒരു കർവ്നെസ് കാര്യങ്ങളൊക്കെ ഇൻ ഹാൻഡ് ഫീൽ, അല്ലെങ്കിൽ കയ്യിലെടുക്കാനൊക്കെ ഭയങ്കര സ്മൂത്താണ് ഈ ഒരു ഫോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോൺ ഇറങ്ങിയത് 2019 ഏകദേശം ഒരു 5 years ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട്. ഈ ഒരു ഫോണിനെ പറ്റി ബ്രീഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് ഈ ഒരു ഫോണിന് വരുന്നത്. A13 ബയോണിക് ചിപ്പാണ് ഈ ഒരു ഫോണിൽ ആപ്പിൾ നൽകിയിട്ടുള്ളത്. ഇപ്പോഴും നല്ല രീതിക്കുള്ള പെർഫോമൻസ് ആ ഒരു ചിപ്സെറ്റ് നമുക്ക് തരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കാനാണെങ്കിലും അതുപോലെ നോർമൽ ടാസ്കിനൊക്കെയാണ് യൂസ് ചെയ്യുമെങ്കിലും നല്ല പെർഫോമൻസ് തന്നെ ഇപ്പോഴും ഈ ഒരു ഫോൺ നമുക്ക് തരുന്നുണ്ട്. സോ ഈ 2024 നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റിയാണ്. ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് 6.1 ഇഞ്ചിൻ്റെ LCD സ്ക്രീനാണ്. സോ നമുക്കറിയാം ഇവിടെ OLED സ്ക്രീനിൽ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ ജസ്റ്റ് സെക്കൻഡ് മാർക്കറ്റിലൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഫോണിൻ്റെ ഈ ഒരു iPhone 11 പ്രൈസും അതുപോലെ തന്നെ 12 പ്രൈസും തമ്മിൽ വലിയ രീതിക്കുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. സോ എന്തുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഫണ്ട് ഉണ്ടെങ്കിൽ 12 അല്ലെങ്കിൽ 13 എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഈ ഒരു iPhone 11 കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഈ 2 ഡിവൈസിൽ, അല്ലെങ്കിൽ 12 മേലോട്ട് ഏതൊരു ഡിവൈസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ഈ ഒരു 11 ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ 12 അല്ലെങ്കിൽ 13 നോക്കുന്നതായിരിക്കും. സെക്കൻഡ് ഹാൻഡ് ഫോൺസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ 2 ഡിവൈസിൽ ഏതെങ്കിലും എടുക്കുന്നതായിരിക്കും ബെറ്റർ ഈ ഒരു 11 ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്. പിന്നെ ഡിസ്പ്ലേ അത്രയ്ക്ക് മോശമാണെന്ന് ചോദിച്ചാൽ മോശം എന്നൊന്നും പറയാൻ പറ്റില്ല. 60 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റീസ് തന്നെ നമുക്ക് ഡിസ്പ്ലേ കിട്ടും. പക്ഷെ നിങ്ങൾക്കൊരു അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരു OLED സ്ക്രീൻ ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ LCD സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു iPhone 11 ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം കണക്ടിവിറ്റിയുടെ കാര്യം. iPhone 11 ഒരു 4G ഡിവൈസാണ്. ഇനി പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇതൊരു 4G ഡിവൈസാണ്. ഇവിടെ 5Gയുടെ സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആപ്പിൾ അവരുടെ 5G ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ 12 സീരീസിലാണ്. സോ നിങ്ങൾക്ക് iPhone 12 തൊട്ടാണ് 5G കണക്ടിവിറ്റി കിട്ടുന്നത്. ഇപ്പോൾ എയർടെലും ജിയോയും അത്യാവശ്യം എല്ലാ ഏരിയാസിലും തന്നെ 5G സ്റ്റേബിളാക്കി കൊണ്ടുവരുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു 4G iPhone എടുക്കാതെ 5G iPhone എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയും. കാരണം നമുക്കറിയാം അൺലിമിറ്റഡ് ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു iPhone 11 5G എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബെസ്റ്റ് പാക്കേജ് ആയിരുന്നു ഈ ഒരു iPhone 11 എന്ന് പറയുന്നത്. സോ കണക്ടിവിറ്റിയുടെ കാര്യത്തിലുള്ള ഒരു നെഗറ്റീവാണ് ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ 4G ഫോണാണ്. 5Gയുടെ സപ്പോർട്ട് iPhone 11 വരുന്നില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രോബാക്ക് ഈ ഒരു iPhone 11 കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ പലരും iPhone എടുക്കുന്നത് ഒരു ലോങ് ടൈം യൂസിന് വേണ്ടിയായിരിക്കും. ഒരു 3 to 4 years ഒക്കെ മാക്സിമം യൂസ് ചെയ്യാനുള്ള പ്ലാനിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ iOS അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആപ്പിൾ ഒരു ഐഫോണിന് ഏകദേശം ഒരു 5 to 6 years ഒക്കെയാണ് iOS അപ്ഡേറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു iPhone 11 iOS 18 സപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് അപ്ഡേറ്റ് iOS 19 അതുപോലെ തന്നെ iOS 20 കിട്ടുമോ എന്നുള്ളത് വളരെ ഡൗട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 5 years കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഒരു ഫർദർ അപ്ഡേറ്റ് കിട്ടുമോ എന്നുള്ളത് ഇപ്പോഴും ഡൗട്ടുള്ള ഒരു കാര്യം തന്നെ. സോ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഈ ഒരു 3 കാര്യങ്ങളാണ് iPhone 11 കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 2 കാര്യങ്ങൾ മാറ്റി നിർത്താം. അതായത് ഡിസ്പ്ലേ LCD ആണെന്നുള്ളതും ആ ഒരു 5G കണക്ടിവിറ്റിയും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും മാറ്റി നിർത്താൻ പറയില്ല. കാരണം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫോണിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ ഒരു ഡിസ്പ്ലേ അതുപോലെ തന്നെ 5G കണക്ടിവിറ്റി നിങ്ങൾക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു ഫോൺ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. കാരണം LCD ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ളൊരു ക്വാളിറ്റി അല്ല iPhone 11 നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി OLED സ്ക്രീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള ആ ഒരു ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 5G കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 5G എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈഫൈ
സിഗ്നൽ അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ വെച്ചാണ് നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളും മാറ്റി നിർത്താവുന്നതാണ്. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി ഇതുപോലുള്ള ഐഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കുക. സോ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.